ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസിലോട്ടാണ് ഇപ്പോൾ നമ്മളൊന്ന് പോകുന്നത്. അപ്പോൾ കറക്റ്റ് പ്ലേസ് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഉപയോഗിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നെന്മാറയിലുള്ള ഒരു നേതാജി കോളേജാണ് കേട്ടോ. നല്ല വലിയ കോളേജാണ്. നമുക്ക് ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. ഏട്ടന് നേതാജി കോളേജ് അറിയാം, അത് കഴിഞ്ഞിട്ട് അറിയില്ല കേട്ടോ ഈ പ്ലേസ് എവിടെയാണെന്ന് കറക്റ്റായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എത്താറായിട്ടോ. പിന്നെ കോളേജ് കഴിഞ്ഞ് തൊട്ടടുത്താണെന്നാണ് പറഞ്ഞത്. നമ്മളവിടെ എത്തിയതാ. ഒരു ബ്ലാക്ക് കളറിൽ ഷീറ്റൊക്കെ മറച്ചിരിക്കുന്നു. നമ്മൾ പോണ സ്ഥലം ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ചേച്ചി പറയേണ്ടത് നമ്മുടെ സ്ഥലം എത്തിയെന്ന്. അപ്പോൾ ഇതാ നമ്മുടെ സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി പോകുമ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് കയറി പോണ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ആദ്യമേ കാണുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു പഴയ വീടാണല്ലോ എന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുന്നത് അതിനകത്ത് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ എത്തിയത് നെന്മാറയിലുള്ള പെറ്റ്സ് പാർക്കാണ് കേട്ടോ. പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. ഓപ്പൺ ചെയ്തിട്ട് 1 ഇയർ മറ്റോ ആയിട്ടേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലൊക്കെ ഒരു മാവ് മരം ഉണ്ട്, അതിൽ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറി പോകുന്ന എൻട്രൻസിൽ തന്നെ സ്നേക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇഗ്വാനി ഇട്ടിട്ടുണ്ട്. ഒരു ഇഗ്വാനിയാണ് മേലെ. താഴെ വന്നിട്ട് താഴെയുണ്ട് കേട്ടോ ഒരു ഇഗ്വാന. ഇത് ഒരു ബ്രൗണിഷ് കളർ പോലെയാണ്. പിന്നെ സ്നേക്കും ഉണ്ടായിരുന്നു അവിടെ. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇതാ പീച്ചാനാണ് കേട്ടോ കണ്ടത്. വൈറ്റും ബ്ലാക്കും കലർന്ന ഒരു പീച്ചാനാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ഹോം പോലെയാണ് തോന്നിയത്. പക്ഷെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ പ്ലേസാണ് കേട്ടോ. ഒരു നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ അനിമൽസും ഓരോ ബേർഡ്സിനാണെങ്കിലും അതിന് പ്രത്യേകം ഓരോ ഷെഡ് പോലെയൊക്കെ കെട്ടി നല്ല നീറ്റാക്കി കേട്ടോ ഒരു പ്ലേസ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കാണുമ്പോൾ അത്രയും നല്ല ഒരു ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. ഒരു സ്മെല്ലോ ബാഡ് സ്മെല്ലോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഒത്തിരി ആനിമൽസൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബാഡ് സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. അവർ നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കാണുന്നത് കോഴിയാണ് കേട്ടോ. വൈറ്റ് കളർ പ്രത്യേകതരം ഭംഗിയാണ് കാണാൻ. പിന്നെ മാക്കുവാണ്. മാക്കുവിന് ഭയങ്കര സൗണ്ടാണ്. പാറു പേടിച്ചിട്ട് നോക്കണ്ട അതിൻ്റെ സൗണ്ട് കേട്ടിട്ട്. അവൾ വന്നപ്പോൾ മുതൽ അതിൻ്റെ സൗണ്ട് കേട്ട് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയൊരു കുളമാണ്. വലിയ ചെറുതായിട്ടൊരു കുളമാണ്. അതിൽ മീനുണ്ട് കേട്ടോ. പിന്നെ ആമയുണ്ട്. അപ്പോൾ മാക്കുവിന് സൗണ്ട് കേട്ടിട്ടുള്ളത് അച്ഛൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സൗണ്ടാണ് കേട്ടോ അതിന്. അപ്പോൾ ആൾക്കാരുടെ ഷോൾഡറിലേക്ക് നമുക്കത് വെച്ച് തരും വേണമെന്ന് പറഞ്ഞാൽ. നമ്മളൊന്നും എടുത്തില്ല കേട്ടോ. വേണം അത് അതിൻ്റെ നെഗമൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. പിന്നെ വന്നിട്ട് ബ്ലാക്ക് കളർ സ്വാന്, വൈറ്റ് കളർ സ്വാനുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗോൾഡ് ഫിഷാണ്. ഇത് നല്ല വലിപ്പമുണ്ട്, നല്ല കാണാനും നല്ല രസമാണ് കേട്ടോ. പിള്ളേർ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിക്കൊണ്ടേ നിൽക്കുന്നത് ആണോ. നല്ല ഭംഗിയിലത് ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എൻട്രി ഫീസ് വന്നിട്ട് 150 രൂപയാണ് കേട്ടോ ഇവിടേക്ക്. ഇതിനകത്ത് ഒരാൾക്ക് കേട്ടോ. കിച്ചനാണെങ്കിലും 150 രൂപയാണ് 5 വയസ്സിന് മുകളിലെ കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന ടൈമിൽ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്നില്ല. അതെന്താണെന്നൊരു കുഞ്ഞ് പാമ്പിനെ തോളിലിട്ട് നിൽക്കുകയാണ് കേട്ടോ. മലമ്പാമ്പുണ്ട്, വൈറ്റ് കളർ സ്നേക്കുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഇത് കേട്ടോ, ഒരു രോമാഞ്ചമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആ കുട്ടി എടുത്ത് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ ഏട്ടൻ പറഞ്ഞു നമ്മൾ തോളിലേക്ക് ഇട്ട് നിൽക്കുന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ചേട്ടൻ അത് കണ്ടപ്പോൾ വേണ്ടെന്നായി. നമ്മളത് ആ ഹോഴ്സിൻ്റെ അടുത്തേക്ക് വന്ന് തക്കുടിന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് ചെറിയൊരു പേടി എന്താണെന്നറിയില്ല. അത് എന്നെ കണ്ടപ്പോൾ കാലൊന്ന് പൊക്കി. അപ്പോൾ ഞാനൊന്നും ജസ്റ്റ് ഒന്ന് തൊട്ടുള്ളൂ കേട്ടോ. ഹോഴ്സ് റൈഡിങ് ഉണ്ട്, പക്ഷെ നമ്മളൊന്നും ഇരുന്നില്ല കേട്ടോ. അത് വലിയൊരു ആമാട്ട്, നല്ല വയസ്സായി എന്നാണ് തോന്നുന്നത് ആമയ്ക്ക്. അത് അനങ്ങാൻ പറ്റാതെ അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ആ ചേച്ചിയുണ്ട് ഇഗ്വാനെ. ഈ നല്ല വലുപ്പമുണ്ട് ആ ഇഗ്വാനെ. ആ കുട്ടി അതിനെടുത്തു. ആ കുട്ടിയെ സമ്മതിക്കണം. പേടിയല്ല, എന്തോ ഒരു നമുക്ക് അത് കാണുമ്പോൾ ഒരു കുളിര് അങ്ങനെ. പിന്നെ അതവിടെ കുറച്ച് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. 3 മങ്കിയുണ്ട്. കുഞ്ഞ് മങ്കിയാണ് കേട്ടോ. നമ്മുടെ ഒരു കൈ വലിപ്പം അത്രയേ ഉള്ളൂ കേട്ടോ അത്. പക്ഷെ അതിൻ്റെ കണ്ണും അതിൻ്റെ ചെവിയും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. എനിക്കതിനെയാണ് ഭയങ്കര ഇഷ്ടമായത്. പാറുവിന് ഈ കോഴികളെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അവൾ വേഗം ആ കോഴിയുടെ അടുത്ത് തന്നെ പോയി.
അവൾക്ക് മങ്കിയൊന്നും കാണാൻ താല്പര്യമില്ല. ആ മങ്കിയുടെ മുഖമൊക്കെ ഒരു ഫേസൊക്കെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് പിന്നെ ഈ കോഴികളുടെ അടുത്തുനിന്ന് വന്നേ ഇല്ല കേട്ടോ. കുറേ നേരം അവിടെ നിന്നു. എല്ലാത്തിനും നല്ല പ്രത്യേകം ഓരോ ഷെഡൊക്കെ വെച്ച് അതിന് തീറ്റയും ഒക്കെ നല്ല നീറ്റാണ് കേട്ടോ. അവിടെ ഒരു സ്മെല്ല് പോലും ബാഡ് സ്മെല്ലോ ഒന്നുമില്ല കേട്ടോ. കോഴികളാണെങ്കിലും അതിൻ്റെ അടുത്ത് പോകുമ്പോഴും നമുക്കൊരു ബാഡ് സ്മെല്ലോ ഒന്നുമില്ല. നമുക്ക് എല്ലാ ബേഡ്സിനെയും അനിമൽസിനെയും നമുക്ക് അവിടെ നിന്ന് നമുക്ക് പിടിക്കാൻ തൊടാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ദേഹത്ത് വെക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ അങ്ങനെ നമുക്ക് വെച്ച് തരുന്നതാണ് കേട്ടോ. പിന്നെ ഓസ്ട്രിച്ചിന് ഭയങ്കര സൗണ്ടാട്ടോ. പാറുവിന് ചെറിയൊരു പേടിയുണ്ട്. അച്ഛൻ്റെ തോളിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ അവൾ. പിന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്ക് പോലെ ചെറുതായിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ഇരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നല്ല നീറ്റ് ഒരു പ്ലേസാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു അന്തരീക്ഷം ഒരു ക്ലൈമറ്റും പിന്നെ അവിടെ ഇരിക്കാനും നമുക്ക് സ്ഥലവും ഒക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എമു ആണ്. എമു അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പാറുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പാറു അവിടെ നിന്ന് അങ്ങനെ മെല്ലെ എസ്കേപ്പായി. പിന്നെ അതെന്തോ ബംഗാൾ കാളയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അത്. പിന്നെ ഡോങ്കി ഉണ്ട് കേട്ടോ 2-3 എണ്ണം. പിന്നെ ഹോഴ്സ് വൈറ്റ് കളർ ഹോഴ്സ് ഉണ്ട്. അതിന് ഉള്ളതല്ലാതെ ഇവിടെയും ഉണ്ട് കേട്ടോ. അത് ഡോങ്കിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കുളത്തിൽ കുഞ്ഞൊരു ഗ്രീൻ കളർ ആമയാണ് കേട്ടോ. ടോട്ടോയ്സ് ഗ്രീൻ കളറാണ്. പിന്നെ ഇതിനകത്തൊക്കെ ലവ് ബേർഡ്സ് ഉണ്ട്. പിന്നെ എന്താ മരപ്പട്ടി, പിന്നെ വൈറ്റ് കളർ റാറ്റൊക്കെ ഉണ്ട്. ബംഗാൾ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ അത് ബംഗാൾ കാറ്റാണ് കേട്ടോ. ആ കോഴിയുടെ സൈഡിൽ നിന്ന് വന്നത് ഉണ്ടോ. ലവ് ബേർഡ്സ് ആണ് കേട്ടോ. ഇഷ്ടംപോലെ ലവ് ബേർഡ്സ് ഉണ്ട്. അവരുടെ കൂടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അതിന് തീറ്റയൊക്കെ വെച്ച് എല്ലാം നല്ല സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലവ് ബേർഡ്സിന് നല്ല ഇഷ്ടമായി കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി നിന്ന്. പിന്നെ ഇതാ ബ്ലാക്ക് കളർ സ്വാന് നമ്മൾ ഫ്രണ്ടിൽ കണ്ടതിനെയും കാട്ടി കുറച്ചുകൂടി വലുപ്പമുണ്ട് കേട്ടോ ഈ സ്വാന്. പാറ ഒന്ന് അടിച്ച് നോക്കണം സ്വാനൊന്ന് അവളുടെ അടുത്തേക്ക് വരുമോ നോക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ അതിന് അനക്കമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ പാർക്കിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അതിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഏട്ടൻ കറങ്ങുന്നത് കണ്ടപ്പോൾ അവൾക്കൊരാഗ്രഹം കറങ്ങാൻ. പിന്നെ അവൾ അതൊന്നും എണീക്കുന്നേ ഇല്ല. പിന്നെ 2 പേരും കുറച്ച് നേരം ഇങ്ങനെ റൗണ്ടിൽ കറങ്ങണതിലിരുന്നേ. അവൾ അനങ്ങുന്നേ ഇല്ല കേട്ടോ. പിന്നെ തക്കുടിന് തല കറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മെല്ലെ അവൾ ഇറങ്ങി കേട്ടോ. അവൻ ഇറങ്ങിയപ്പോൾ പിന്നെ കുറച്ച് സ്ലൈഡിലിരുന്നു. അവൾക്ക് സ്ലൈഡാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഊഞ്ഞാലും ഇഷ്ടമാണ്, സ്ലൈഡും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇരിക്കാനും അപ്പുറത്ത് ചെയറൊക്കെ ഉണ്ട് കേട്ടോ. പാരൻസിന് ഇരിക്കുക, കുട്ടികൾക്ക് കളിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. എന്തായാലും ഒരു ഹോമിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു പ്ലേസ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. നമുക്ക് വന്നിരിക്കാനും കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ അത്. 2 മണിക്കൂറല്ല, നമുക്ക് അതിനേക്കാൾ കൂടുതൽ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം കേട്ടോ ഇവിടെ. അത്രയും ഭംഗിയും അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ പിന്നെ നമുക്ക് കുട്ടികൾക്ക് ബേർഡ്സ് ആനിമൽസൊക്കെ കാണാനും തൊടാനും ഒക്കെ അവിടെ അനുമതി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ട്രിപ്പ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ? അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും കാണണേ.